സെർജിയോ ബുസ്കസ് എന്ന സവദല്ലുകാരന്റെ ബാർസലോണ കരിയർ അവസാനിച്ചിരിക്കുന്നു. വിയർപ്പുത്തിരി വീണ നീലയും ചുവപ്പും നിറത്തിലുള്ള 5-ാം നമ്പർ ജേഴ്സി അതിന്റെ പ്രിയപ്പെട്ടവനോട് വിട പറഞ്ഞിരിക്കുന്നു. ബാർസലോണക്ക് വടക്ക് 20 കിലോമീറ്റർക്കുമപ്പുറം ബാഡി എന്ന കൊച്ചു പട്ടണത്തിലാണ് ബുസി അയാളുടെ കരിയർ ആരംഭിക്കുന്നത്. തുടർന്നങ്ങോട്ട് 3 കൂട്ടർക്കും പറയാനുള്ളതേറെയും നേട്ടങ്ങളുടെ കഥകളായിരുന്നു. യായ ടൂറ എന്ന അതികായകന് പകരമായി വന്ന് പകരക്കാരനില്ലാത്തവനായി ബുസ്കസ് വളർന്നുകൊണ്ടേയിരുന്നു. ഇടത്ത് ഇനിയസ്റ്റയെയും വലത്ത് സാവിയെയും കൂട്ടുപിടിച്ച് അന്നോളം കണ്ട ഡിഫൻസീവ് മിഡ്ഫീൽഡർ സങ്കല്പങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി. ബിഗ് സ്റ്റേജുകളെയും എതിർ ടീമിന്റെ എല്ലാം മറന്ന പ്രസ്സിങ്ങിനെയും മുറ്റത്തിരുന്ന് പന്ത് തട്ടുന്ന ഒരു കുട്ടിയുടെ ലാഘവത്തോടെ അയാൾ ആഘോഷിച്ചു. വേൾഡ് കപ്പും യൂറോയും UCLുമെല്ലാം വാരിക്കൂട്ടി തന്റെ ട്രോഫി ഷെൽഫ് അലങ്കരിച്ചു. വേഗമില്ലാത്ത കാലുകളെന്ന പോരായ്മയെ അപാരമായ ഫുട്ബോളിംഗ് ഇന്റലിജൻസും സമാനതകളില്ലാത്ത പൊസിഷൻ സെൻസും കൊണ്ട് മറികടന്ന നീണ്ടുമെലിഞ്ഞ കാലുകൾ വളർന്നു വരുന്ന സിംഗിൾ പിവോട്ടുകൾക്ക് ടെക്സ്റ്റ് ബുക്കായി മാറിക്കഴിഞ്ഞു. ഈ പറഞ്ഞ ഭൂതകാലത്തെ ഐതിഹാസികതകൾക്കപ്പുറവും ഒരു സെർജിയോ ബുസ്കസ് ഉണ്ട്. 2020 യൂറോയിൽ പുറത്താകുന്ന ഇറ്റലി മാച്ചിലും മാസ്റ്റർ ക്ലാസ് പെർഫോമൻസും പുറത്തെടുത്തത് ഇതേ ബുസിയായിരുന്നു. പ്രായമായവർ പുറത്തിരിക്കണമെന്ന് പറഞ്ഞെത്തിയ റൊണാൾഡ് കോമാന് കീഴിൽ ഏറ്റവും കൂടുതൽ സമയം കളിച്ച താരവും ബുസിയായിരുന്നു. പെഡ്രിയെയും ഗാവിയെയും ഫ്രങ്കിയെയും ഒരു രക്ഷിതാവിനെ പോലെ പൊതിഞ്ഞു പിടിച്ച സ്വതസിദ്ധമായ പാസുകളിലൂടെ റൈറ്റ് വിങ്ങിൽ റാഫിന നടത്തിയ റണ്ണുകൾ കണക്ട് ചെയ്തതും ബുസിയായിരുന്നു. അയാളെ റീപ്ലേസ് ചെയ്യാനോ അതേ അളവിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനോ കഴിയില്ലെന്ന് നമ്മൾക്കും ബാർസലോണക്കും അറിയാവുന്നതാണ്. കാരണം ബുസിയില്ലാതെയും പൊസിഷൻ ബേസ്ഡ് ടീമുകൾ നിലവിൽ കളിക്കുന്നുണ്ട്. പക്ഷെ അതിലുമപ്പുറം പലതുമില്ലേ. അയാൾ കളിച്ചിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഓപ്ഷനുകൾ അധികമുണ്ടായിരുന്നില്ലേ. മറ്റൊരാൾക്ക് കഴിയാത്ത വിധത്തിൽ അയാൾ പ്ലെയേഴ്സിനെ പിക്ക് ചെയ്തിട്ടില്ലേ. കണ്ടാൽ വിശ്വസിക്കാത്ത പ്രസ്സിംഗ് നമ്പറുകൾ 34ന്റെ അവസാനത്തിലും നമ്മൾ കണ്ടതല്ലേ. ഇനി ആർക്കും ഓർമ്മപ്പെടുത്താനാകില്ലെന്നുറപ്പുള്ള തരത്തിൽ അയാൾ യുണീക്കായിരുന്നില്ലേ. താങ്ക് യു സെർജിയോ ബുസ്കസ്, വി ലവ് യു. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമായിരുന്നു. നിങ്ങളെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാകില്ല.